കത്തോലിക്ക സഭയ്ക്ക് വത്തിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ന്യൂയോർക്ക്. പ്രധാന കാരണം ഏറ്റവും അധികം പണം ഇവിടെ നിന്നാണ് പോകുന്നത്. ഏറ്റവും അധികം ബില്യണർമാരുള്ള സ്ഥലമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് ആർച്ച് ഡയോസിസിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ആർച്ച് ഡയോസിസ് ലോസ് ആഞ്ചലസ് ആണ്, 2ാം സ്ഥാനമാണ് ന്യൂയോർക്ക്. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പും കർദിനാളുമായ തിമത്തി ഡോളൻ, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. 75 വയസ്സായി. ഈ ചിക്കാഗോയുടെ തൊട്ടടുത്തുള്ള ജോളിയറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ബിഷപ്പ് റൊണാൾഡ് ഹിക്സ്, അദ്ദേഹത്തിന് 58 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പുതിയ ആർച്ച് ബിഷപ്പായിട്ട് ഫെബ്രുവരി 6 ചാർജ് എടുക്കും. ഇത്രയും ഒരു വാർത്തയാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ വേറൊരു വാർത്ത കൂടെ ഞാൻ വായിക്കുകയുണ്ടായി. അതാണ് എനിക്ക് തമാശയായിട്ട് തോന്നുന്നത്. നമ്മൾ കാണുന്നത് മാത്രമല്ല വാർത്ത, നമ്മൾ കാണാത്തതും വാർത്തയാണ്. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ ആ പോസ്റ്റിൽ പറയുന്നത്, ഈ 75 വയസ്സായി പിന്നെ കത്തോലിക്ക സഭയിലെ നിയമം അനുസരിച്ച് ബിഷപ്പുമാർക്കും അതുപോലെ തന്നെ വൈദികർക്കും 75 വയസ്സായാലും അവർ റിട്ടയർ ചെയ്യാം. പിന്നെ അവർ റിട്ടയർ ചെയ്ത് അവർ രാജിക്കത്ത് കൊടുക്കണം. പിന്നെ റിട്ടയർ ചെയ്ത് ഏതെങ്കിലും ആശ്രമത്തിലൊക്കെ പോയി വിശ്രമ ജീവിതം നയിക്കാം. അപ്പം സാമാന്യ നിലയിൽ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം കർദിനാൾ തിമത്തി ഡോളൻ്റെ കാര്യത്തിലും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഈ 75 വയസ്സിൽ റിട്ടയർമെൻറ്റ് രാജിക്കത്ത് കൊടുത്താലും മാർപ്പാപ്പ അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പം ഈ തിമത്തി ഡോളൻ പിന്നെ രാജിക്കത്ത് കൊടുത്തു, അത് കയ്യോടെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് വലിയ അർത്ഥമുണ്ടെന്നാണ് ചിലർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ കർദിനാൾ ഡോളൻ ഈ മാഗ റിപ്പബ്ലിക്കൻസിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. പ്രസിഡന്റ് ട്രംപിനും വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇനോഗ്രേഷന്, ആ ഉദ്ഘാടനത്തിന് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന നടത്തിയത് ഈ കർദിനാൾ ഡോളനായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം മിക്കവാറും സമയങ്ങളിൽ ഈ ഫോക്സ് ന്യൂസിൽ പോയി സംസാരിക്കും, ഫോക്സ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മാഗ റിപ്പബ്ലിക്കൻസിന് പൊതുവിൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു കർദിനാൾ ഡോളൻ. കർദിനാൾ ഡോളനെ മാർപ്പാപ്പ ആക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ നിർദ്ദേശിക്കുക വരെ ഉണ്ടായി. ഇനി തനിക്ക് തന്നെ വേണേൽ മാർപ്പാപ്പ ആകാൻ ഉള്ള യോഗ്യത ഉണ്ടെന്നുള്ള രീതിയിൽ പ്രസിഡന്റ് പറയുകയും ചെയ്തതാണ്. അത് വേറൊരു കാര്യം. എന്തായാലും അപ്പം ആ ഒരു റിപ്പബ്ലിക്കൻ പക്ഷപാതിത്വം കൊണ്ട് ഒരു മാഗ റിപ്പബ്ലിക്കൻ അങ്ങനെയുള്ളൊരു നിലപാടുള്ള ആളാണ് ഡോളൻ എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു. നമ്മളാരും ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുമില്ല. സഭാകാര്യങ്ങളിൽ പിന്നെ ഒരു ആർച്ച് ബിഷപ്പും കർദിനാളും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി സഭാംഗങ്ങൾ പിന്നെ അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളാരും ശ്രദ്ധിച്ചായി കരുതുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കുന്നവരുണ്ട്. എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഈ ഒരു മാഗാബന്ധം, അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കൈയോടെ നീക്കം ചെയ്തത്. ഇനി പുതുതായിട്ട് വരുന്ന ആർച്ച് ബിഷപ്പ്, അദ്ദേഹത്തിന് യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്ന് മാത്രമല്ല, മീഡിയയുമായിട്ട് വലിയ ബന്ധമില്ല, മീഡിയയിലധികം വരാൻ താല്പര്യമില്ല. പിന്നെ വളരെ ഭക്തിപൂർണമായ ഒരു ജീവിതം അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പിന്നെ സഭയിൽ ഐക്യവും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം മെച്ചപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു പഴയ ജാതി അജണ്ടയുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻ്റി അല്ല എന്നർത്ഥം. എന്ന് മാത്രമല്ല, ഈ മാഗ റിപ്പബ്ലിക്കൻസ് ആളുകളെ പുറത്താക്കുന്നത് ഇല്ലീഗലായിട്ടുള്ള ആളുകളിൽ നല്ലൊരു പങ്കും കത്തോലിക്കലാണ്. ഈ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നവർ മുഴുവൻ കത്തോലിക്കലാണ്. അപ്പോൾ അവരെല്ലാം നിഷ്കരണം പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന ആ നടപടികൾ, അപ്പോൾ അതിനെതിരെ പോപ്പ് ലിയോ പലവട്ടം സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അമേരിക്കൻ ബിഷപ്പുമാരോടും അതിനെതിരെ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവർ പ്രമേയം പാസ്സാക്കി, ഇങ്ങനെ ഹീനമായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്ന ആ നടപടി ശരിയല്ല എന്ന് പറഞ്ഞ്. പക്ഷേ അതിന് വലിയ ഫലമൊന്നും കാണുന്നില്ല എന്ന് മാത്രം. എന്തായാലും പോപ്പ് ലിയോയുടെ നാട്ടുകാരനാണ് പുതിയ ബിഷപ്പ്. ജോളിയറ്റും പോപ്പ് ലിയോ ജനിച്ച സ്ഥലവും എല്ലാം അടുത്തടുത്താണ്. പിന്നെ അവർ തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും പുതിയ ആർച്ച് ബിഷപ്പിന് അങ്ങനെ പൊളിറ്റിക്കൽ താല്പര്യങ്ങളൊന്നുമില്ല. മാഗ റിപ്പബ്ലിക്കൻസുമായിട്ട് അനുകൂലമായിട്ടുള്ള നിലപാടുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് പോപ്പ് ലിയോ പെട്ടെന്ന് അദ്ദേഹത്തെ നിയമിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്ര കണ്ട് ശരിയാണെന്ന് ഇനി നമുക്ക് ഓരോരുത്തർക്കും അവനവൻ്റേതായ രീതിയിൽ കണക്കിലെടുക്കാമെന്ന് മാത്രം, അവനവൻ്റേതായ രീതിയിൽ അത് വിശകലനം ചെയ്യാം എന്ന് മാത്രം. ഇനി രണ്ടാമതൊരു വാർത്ത കണ്ടത് ഇന്നലെ സംഭവിച്ചതാണ്. അതായത് നമ്മുടെ ന്യൂയോർക്ക് മേയറാകാൻ പോകുന്ന മാംദാനി ഒരു സ്ത്രീയെ കാതറീൻ അൽമോണ്ട ഡെക്കോസ്റ്റ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരിയെ കാര്യപ്പെട്ട ഒരു പോസ്റ്റിലേക്ക്, ആളുകളെ നിയമിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാര്യപ്പെട്ട പോസ്റ്റിലേക്ക് നിയമിച്ചു. അതിൻ്റെ ചുമതല ഇവർക്ക് കൊടുത്തു. അത് ചുമതല കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ രാജിവെച്ചു. അപ്പോൾ അതിൻ്റെ കാര്യം പറയുന്നത്,
അവർ 10 വർഷം മുമ്പ് അവർ ടീൻസ് പിന്നെ കുട്ടിയായിരുന്ന കാലത്ത്, കൗമാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ യഹൂദർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അപ്പം ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ള എന്തോ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ യഹൂദരെല്ലാം പണത്തിന് വേണ്ടി ആർത്തി പിടിച്ചവരാണ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ആ രീതിയിലുള്ള പരാമർശങ്ങൾ. അപ്പോൾ അത് ഇവരെ ഇങ്ങനെ നിയമിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം പുറത്തെടുത്തു. അത് ചകഞ്ഞെടുക്കുമല്ലോ. പിന്നെ ഈ ജൂയിഷ് സംഘടനകളൊക്കെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവർക്കുണ്ട്. അവർ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കും. അപ്പോൾ ആ പരിശോധനയിലാണ് ഇവരിങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്, പിന്നെ 10-12 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ തമാശ, എനിക്ക് അത് ഓക്കെ, അങ്ങനെ ജൂതവിരുദ്ധതയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിരിക്കുമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു യഹൂദനെയാണ് എന്ന് മാത്രമല്ല ഇവരുടെ കുട്ടികൾ യഹൂദരായിട്ടാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മുൻകാലത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ആൻറ്റിസെമിറ്റിസം ആരോപിക്കുന്നത് ശരിയാണോ? നമ്മൾ എന്ന് മാത്രമല്ല ഈ 10 വർഷം മുമ്പുള്ള ആ ആശയം, ആ നിലപാട് തന്നെ ആയിരിക്കരുത് നമുക്ക് ഇന്നുണ്ടാവുന്നത്. ഓരോരുത്തരും പിന്നെ ഓരോരുത്തരുടെയും നിലപാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഈ നദിയിലെ വെള്ളം നമുക്കറിയാം, ഒരേ വെള്ളത്തിൽ നമുക്ക് 2ാം തവണ കാല് വെക്കാൻ പറ്റില്ലെന്നാണ് ആരാണ് പിന്നെ ഗ്രീക്ക് ഫിലോസഫർ പറഞ്ഞത്. അപ്പോൾ ആ നദി അന്നേരം മാറിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞ പോലെ മനുഷ്യരുടെ ചിന്താഗതിയും അഭിപ്രായങ്ങളും മാറുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അവരെ പറഞ്ഞു വിട്ടത് കഷ്ടമായി പോയി. ഇങ്ങനെയുള്ളൊരു പരിഗണന അവർക്ക് കൊടുക്കാതെ അവർ ഹസ്ബൻഡ് ജൂവ് അതുപോലെ തന്നെ മക്കളും ജൂവിഷ്. അപ്പോൾ ആ ഒരു പരിഗണന കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനി മറ്റൊരു കാര്യം കണ്ടത്, നമ്മുടെ ഈ എപ്സ്റ്റൈൻ ഫയൽ, അതിനെപ്പറ്റി ലോകത്തിൽ ലോകം മുഴുവൻ അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാത്ത ആളുകളില്ലാന്ന് തോന്നുന്നു. അത്രയധികം പ്രാധാന്യം കിട്ടിയിരിക്കുന്നു. കാരണം എപ്സ്റ്റൈൻ ഒരു പെഡോഫൈലായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നയാൾ, അത് വലിയ പിന്നെ ആസ്വദിച്ചിരുന്ന ഒരാൾ. അപ്പോൾ അങ്ങേർക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പ്രസിഡന്റ് ട്രംപ് അടക്കം, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ, ആൻഡ്രൂ രാജകുമാരൻ ബ്രിട്ടനിലെ, അങ്ങനെ നാനാതരം പിന്നെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരെല്ലാം കൊണ്ടുപോയി പിന്നെ സൽക്കരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡുമുണ്ട്. അവിടെയെല്ലാം കൊണ്ടുപോയി ആളുകളെ കൊണ്ടുപോയി പിന്നെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം ഈ കൊച്ചു പെൺകുട്ടികളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ പിഡോഫിലിയ, അതിൻ്റെ ആൻഡ്രൂ രാജകുമാരനെ രാജകുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഈ പിന്നെ പ്രസിഡന്റ് ട്രംപിൻ്റെ പേരും പിന്നെ പടമൊക്കെ കിട്ടുമെന്ന് കരുതിയാണ് ഈ പിന്നെ രേഖകളെല്ലാം പരതാൻ പറഞ്ഞത്. പക്ഷേ ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഏതാണ്ട് 500 പേജോളം ഇനിയും പ്രസിദ്ധീകരിക്കാനുണ്ട്. അത് മറച്ചു വെച്ചിരിക്കുന്നു. ഇനി പലതും പിന്നെ പുറത്തു വിട്ടതിൽ പലതും ഈ പിന്നെ മറച്ചുകൊണ്ടാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വിട്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ പ്രസിഡന്റ് ട്രംപിനെതിരെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ നേരെ മറിച്ച് ക്ലിൻ്റനെതിരെയും അതുപോലെ തന്നെ ഈ ബിൽ ഗേറ്റ്സ് മുതൽ അങ്ങനെയൊക്കെയുള്ള പലർക്കെതിരെയുമുള്ള പിന്നെ പല വിവരങ്ങളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ ക്ലിൻ്റനാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ മോശപ്പെട്ട പരാമർശം കിട്ടിയതെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഇതൊന്നുമല്ല, ഇതൊക്കെ അമേരിക്കൻ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് പണമുള്ളവർ ഇതൊക്കെയല്ലേ ചെയ്യുള്ളൂ. ഇപ്പം എലോൺ മസ്കാണ് ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് കഴിയാവുന്ന ഇതേ ഉള്ളൂ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 12 മക്കളോ മറ്റോ ഉണ്ട് പല സ്ത്രീകളിലായിട്ട്. അപ്പോൾ അദ്ദേഹം അതിലൊരു മോശവും പിന്നെ കാണുന്നില്ല. അപ്പം പിന്നെ ഞാൻ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെറിയ പെൺകുട്ടികൾ അവർ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മസാജിനെന്നും ഒക്കെ പറഞ്ഞ് പിന്നെ വരിക. ഈ ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ് ഇങ്ങേരുടെ ഒരു ശിങ്കിടി ഉണ്ടായിരുന്നു എപ്സ്റ്റൈൻ്റെ. അവരാണ് ഈ കുട്ടികളെയൊക്കെ പിന്നെ ഒപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അവരാണ് ഒരു മാഡം ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ അതിശയിച്ചിരുന്ന ഒരു കാര്യം. വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ചില കുട്ടികളുടെയൊക്കെ ചില വിവരങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അമേരിക്കയുടെ ആ ഒരു ഡിക്കേഡൻസ്, ആ ഒരു പിന്നോക്കം പോക്കൽ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാവുന്നത്. പല കുടുംബങ്ങളിലും സ്വന്തം അമ്മയായിരിക്കുകയല്ല വളർത്തുന്നത്, രണ്ടാനമ്മ അവരായിരിക്കും വളർത്തുന്നത്. അപ്പോൾ രണ്ടാനമ്മ അമ്മയ്ക്ക് പകരമാകില്ലല്ലോ ഒരു രണ്ടാനമ്മയും, അല്ലെങ്കിൽ ഒരു രണ്ടാനച്ഛനും അച്ഛന് പകരമാകില്ലല്ലോ. അവർ വളർത്തുന്ന, അവർക്ക് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. പിള്ളേർക്ക് ഒരു $200 വേണം പെട്ടെന്ന്. അപ്പോൾ ഈ പല കുടുംബങ്ങളും നമുക്കറിയാം സാധുക്കളുടെ കുടുംബങ്ങളാണ്, സാധാരണ കുടുംബങ്ങളാണ്. $200 പോലും ഒരു വലിയ തുകയാണ് അമേരിക്കയിൽ പല കുടുംബങ്ങളിലും. എന്നാൽ പിന്നെ അയാൾക്ക് പോയി ഒരു മസാജ് ചെയ്ത് കൊടുത്താൽ പിന്നെ $200 കിട്ടുമെന്ന് പറഞ്ഞാൽ അവരതിന് പോകും. 14 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സുള്ള പെൺകുട്ടികൾ. അപ്പോൾ അങ്ങനെ പോകുന്നവരാണ് പലപ്പോഴും ലൈംഗികമായിട്ട് പിന്നെ ലൈംഗിക കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഇങ്ങനെ അയാൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ധാരാളം പേര് ഇങ്ങനെ ഇതിനൊക്കെ തയ്യാറായി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം കുട്ടികൾ. അപ്പോൾ അമേരിക്കയുടെ ആ
ആ ഒരു ജീർണാവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഖേദകരമായ ഒരു അവസ്ഥ. ഇവിടുത്തെ ധാർമ്മികത പോകുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ആളുകൾ ഇത്തിരി പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കുട്ടികൾ പോലും തയ്യാറാകുന്നു. അത് മുതലെടുക്കാനും അത് ചൂഷണം ചെയ്യാനും ആളുകൾ രംഗത്ത് വരുന്നു. അപ്പം ഖേദകരമായൊരു അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ ഈ പണക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ അവർ ചെയ്തതിനേക്കാൾ ഉപരി അത് വലിയ കുറ്റകൃത്യങ്ങളാണത് അവർ ചെയ്തത്. എപ്സ്റ്റീൻ അത് അനുഭവിക്കുകയും ചെയ്തു. അയാൾ ജയിലിൽ വെച്ച് തൂങ്ങി മരിച്ചു. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അനുഭവം ഉണ്ടായില്ല. ഇങ്ങനെ വിവാദങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അമേരിക്കൻ സമൂഹം ഇങ്ങനെയൊക്കെയാണ് അത് നമ്മെ ദുഃഖിപ്പിക്കുന്നു. ചെറിയ കുട്ടികൾ പോലും ദുരുപയോഗം ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായൊരു കാര്യം.